ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ്. ഒരു തുറന്ന പുസ്തകം പോലെ പെരുമാറിയിട്ടും അതിലെ ഒരു താളുപോലും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരിക്കലും സങ്കടപ്പെടരുത്. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ആ വ്യക്തിയുടെ ഭാവി വിലയിരുത്തരുത്. കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. ആരെയെങ്കിലും സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക. നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കാനായി ഒരാളെയെങ്കിലും ദൈവം ഒരുക്കാതിരിക്കില്ല. അനുഭവിക്കുന്ന വേദനയോ കടന്നുപോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറെ ആൾക്ക് മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത്. ഒരാൾക്ക് നൽകിയ സ്നേഹം മറ്റൊരാൾക്ക് നൽകാനാവില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ട സ്നേഹത്തിനു വേണ്ടി ആരും കരയുമായിരുന്നില്ല. പുതിയ ജീവിത അനുഭവങ്ങളിലേക്ക് നീങ്ങുക. പഴയകാല അനുഭവങ്ങൾ ഓരോന്നും പാഠങ്ങളാണ്. അവയിൽ തന്നെ മനസ്സിനെ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് ഒരാളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ആലോചിക്കേണ്ടത് അയാൾ എത്ര മണ്ടനാണ് എന്നല്ല, അയാൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നാണ്. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്ക് നിൽക്കില്ല. തുറന്ന മനസ്സോടെ സംസാരിക്കുന്നവരിൽ കളങ്കമുണ്ടാവില്ല. കളങ്കമില്ലാത്ത മനസ്സുള്ളവർക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയും. ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. നാം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും, എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും, എത്ര സത്യസന്ധത കാണിച്ചാലും ലോകം നമ്മുടെ ഒരു തെറ്റിനായി കാത്തിരിക്കുകയാണെന്ന കാര്യം മറന്നു പോകരുത്. തനിക്ക് വേദനിക്കുന്നത് പോലെ എല്ലാവർക്കും വേദനിക്കും എന്ന ചിന്ത ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടായാൽ മതി. എന്നാൽ ആരെയും ദ്രോഹിക്കാനും ദുഃഖിപ്പിക്കാനും ഒരാൾക്കും തോന്നില്ല. ആളുകൾക്ക് നമ്മളെ മുഴുവനായി അറിയുന്നത് വരെയുള്ള ആകാംക്ഷയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലയാണ്. അതുകൊണ്ട് ആർക്കും മനസ്സിലാക്കാൻ നിന്നുകൊടുക്കരുത്. ചിലർക്ക് ആവശ്യം നമ്മുടെ കണ്ണീരും സങ്കടങ്ങളുമാണ്. നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷം കെടുത്തും. നമ്മുടെ പുഞ്ചിരി അസ്തമിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഓടി അകലുക. പുഞ്ചിരിച്ച് മുന്നോട്ടു പോവുക. ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് പിന്നീട് എത്ര പ്രാവശ്യം ലഭിച്ചാലും സന്തോഷമുണ്ടാവില്ല. അത് സ്നേഹമായാലും. ഒരിക്കൽ അകന്നുപോയ മനസ്സ് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. അത് മനസ്സിലാക്കിയാലും ചില മനസ്സുകൾക്ക് പിന്തിരിഞ്ഞു പോകാനും സാധിക്കില്ല എന്നതും വേദനിപ്പിക്കുന്ന സത്യമാണ്. ഒരിക്കലും മറ്റുള്ളവരുടെ വികാരങ്ങളെ കളിയാക്കരുത്. കാരണം നിങ്ങളതിൽ വിജയിച്ചേക്കാം, പക്ഷെ ആ വ്യക്തിയെ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെടും. മധുരമുള്ള വാക്കുകൾ എല്ലായ്പ്പോഴും ആത്മാർത്ഥമല്ല. ആത്മാർത്ഥമായ വാക്കുകൾ എല്ലായ്പ്പോഴും മധുരമുള്ളതല്ല. എന്നാൽ വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് എപ്പോഴും പ്രവൃത്തിയിലൂടെ വെളിവാകുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അവരുടെ പ്രവൃത്തിയിലൂടെ വിലയിരുത്തണം. തീരെ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ വിധി നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, ഒരുപക്ഷെ അതേ വിധി തന്നെയാവും അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും. ലോകത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് സ്നേഹക്കുറവ്. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്.